സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ST ഗെയിമിംഗ്. നമ്മളിന്ന് കളിക്കാൻ പോണ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനാണ്. ഞാൻ റെക്കോർഡ് ചെയ്യാൻ ആദ്യമായിട്ട് മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ 2 ലോഗ് മുറിച്ചത് കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ മറന്നു, അതുകൊണ്ടാണ്. പിന്നെ നോക്കിയപ്പോൾ റെക്കോർഡ് ചെയ്യാം. അപ്പം ഈ വേൾഡിൻ്റെ മെയിൻ ഗോൾസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ കണ്ടാൽ മെയിൻ ഗോൾസ് എന്താണെന്ന് വെച്ചാൽ, ഫുൾ അയൺ ആർമറും ടൂൾസും, പിന്നെ ഒരു സ്റ്റാർട്ടർ ഹൗസ് ബിൽഡ് സ്റ്റാർട്ടർ ഹൗസ്, അതൊക്കെയാണ്. പിന്നെ നമ്മളിന്ന് കളിക്കുന്ന മൈൻക്രാഫ്റ്റ് ബഗ് റോക്ക് എഡിഷൻ കേട്ടോ. ബഗ് റോക്ക് എഡിഷൻ എന്ന് വെച്ചാൽ ഫുള്ള് ബഗ്ഗാണിത്. അതുകൊണ്ടാണ് ഇതിന് ബഗ് റോക്ക് എഡിഷൻ വിളിക്കാൻ കാരണം. ഫുള്ള് ബഗ്ഗാണ് കേസ്, അത്രയും ബഗ്ഗാണ്, അത്രയും ഉള്ളൂ. ബഗ് റോക്ക് എഡിഷൻ എന്ന് വെച്ചാൽ ചില ഫീച്ചേഴ്സ് നല്ലതാണ്. എന്ന് വെച്ചാൽ സ്പാം ക്ലിക്ക് ചെയ്യാൻ പറ്റും. സ്പാം ക്ലിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. സ്പാം ക്ലിക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റും. സ്പാം ക്ലിക്ക് ചെയ്യാൻ പറ്റും. ബെഡ് റോക്ക് എഡിഷൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഷിഫ്റ്റ് ഞെക്കി പതുക്കെ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ബ്രിഡ്ജ് ചെയ്യുമ്പോൾ നേരെ സ്പീഡിൽ ഓടി അങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് പോവാം കേട്ടോ. ക്ലിക്ക് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്തങ്ങ് പോവാം. അതാണ് ബെഡ് റോക്ക് എഡിഷൻ്റെ നല്ലൊരു ഫീച്ചർ. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്പാം ക്ലിക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്പാം ചെയ്യാൻ പറ്റും. അതാണ് ബെഡ് റോക്ക് എഡിഷൻ. നമുക്ക് എന്തായാലും സ്റ്റോൺ ടൂൾസിലേക്ക് മാറാൻ പറ്റും. സ്റ്റോൺ ടൂൾസാണ് ഫുള്ള്. സ്റ്റോൺ ടൂൾസിലോട്ടാണ് അതിന് സ്റ്റോൺ കണ്ടു. സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. എനിക്ക് ഈ ഒരു ക്ലിപ്പിലുണ്ടല്ലോ, ഞാൻ കുറച്ചങ്ങോട്ട് 24 കല്ലൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവിടെ അയൺ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അയൺ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. ആ സംശയം നമുക്കിപ്പോൾ തന്നെ തീർക്കാം. അയൺ ഉണ്ടോ ഇല്ലയോ എന്ന്. അയൺ ആണോ അതോ എനിക്കത് തോന്നിയതാണോ എന്നെനിക്കറിയില്ല. തോന്നിയതായിരിക്കും ചിലപ്പോൾ. അല്ലെ അവിടെ ശരിക്കും അയൺ ഉണ്ടാവും. ഞാൻ നോക്കിക്കേ അയൺ ഉണ്ടോ നോക്ക്. 21 പിക്കാക്സ് നിലത്ത് പോയി. അത് അയൺ അല്ലായിരുന്നു. അത് ഡെർട്ടായിരുന്നു. അയണല്ല. ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോകാം. സാധനമൊക്കെ പൊട്ടിച്ച് മുകളിലേക്ക് പെട്ടെന്ന് കയറി പോവാം. സാധനം പൊട്ടിക്കണ്ടേ, പെട്ടെന്ന് പൊട്ടിച്ചേ. സാധനമൊക്കെ പൊട്ടിച്ച് മുകളിലേക്ക് കയറി പോകാനുള്ള എനിക്ക് അയ്യോ, ഞാൻ അത് അടച്ചു വെച്ചോ അറിയാതെ. അത് തുറന്നേ. പെട്ടെന്ന് ഇനി ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് മുകളിലേക്ക് ജംപ്ലോക്ക് ചെയ്ത് പോവാം. ഈ സാധനമൊക്കെ അടയ്ക്കാം. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. ഫുൾ സ്റ്റോൺ ടൂൾസിലോട്ട് മാറാം. സ്റ്റോൺ ടൂൾസിലോട്ട് മാറിയിട്ട് ഒരു ഫർണസ് ഉണ്ടാക്കണം. നമുക്ക് ഷീപ്പിനൊക്കെ തല്ലിക്കൊല്ലുമ്പോൾ നമുക്കൊരു ഫർണസ് വേണമല്ലോ. വേവിക്കാൻ ഫർണസ് വേണമല്ലോ. ഈ ഷീപ്പും ഫിഷും കോഴിയും ആട് ഷീപ്പ് ഒന്നല്ലേ, എന്തായാലും ആവട്ടെ. നമുക്ക് ഈ ഒരു ലോഗിൻ്റെ ഒരു സാപ്ലിങ് അവിടെ വെച്ച് നമുക്കിനി ഈ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാം. പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഷീപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ സ്പാം ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ബെഡ് റോക്ക് എഡിഷൻ്റെ നല്ലൊരു ഫീച്ചറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ് ബെഡ് റോക്ക് എഡിഷൻ്റെ സ്പാം ക്ലിക്ക്. കേട്ടോ. ഇങ്ങനെ സ്പാം ക്ലിക്ക് ചെയ്യാം.
ഇതാണ് ബെഡ്റോക്ക് എഡിഷൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇഷ്ടമുള്ള ഫീച്ചറുകളിൽ ഏറ്റവും ഒന്നാണ് അത്. 2-3 ഫീച്ചേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ജാവ എഡിഷൻ്റെ അത്ര ബെഡ്റോക്ക് എഡിഷൻ വരുമോയെന്ന് ചോദിച്ചാൽ ജാവ എഡിഷൻ ബെഡ്റോക്കിനെക്കാട്ടും നല്ല മൈൻക്രാഫ്റ്റിൻ്റെ ഒരു എഡിഷനാണ് ജാവ എഡിഷൻ. ജാവ എഡിഷൻ മൊബൈലിൽ കളിക്കാൻ ചില വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ജാവ എഡിഷൻ ആയിരിക്കും കളിക്കുക, അറിയില്ല. അപ്പോൾ ആമച്ചർ അല്ല, എൻ്റെ പഴയ ചാനലിൽ വരാനും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ